ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലഹരിക്കെതിരെ NSS വോളണ്ടിയർമാർ സന്ദേശ റാലി നടത്തി. കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. കുടിച്ചുതീർത്തതുമൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷയും ലഹരി നിങ്ങളുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കും. പെരവച്ചേരി GLP സ്കൂളിൽ നിന്നും കോട്ടൂർ ടൗൺ വരെയാണ് ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തിയത്. കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി വിരുദ്ധ റാലി നടത്തിയത്. പേരാമ്പ്ര സർക്കിൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PK സജിത് കുമാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. കോട്ടൂർ ടൗണിൽ വെച്ച് നടന്ന ലഹരി വിരുദ്ധ സദസ്സ് ഗ്രാമപഞ്ചായത്ത് അംഗം KP മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PP ജയരാജ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. അതുപോലെ മാരകമായ സിന്തറ്റിക് ഡ്രഗ്സ് നമ്മള് സ്വപ്നത്തിൽ കാണാത്ത തരത്തിലുള്ള ലെവലിന് ഭ്രാന്തമായ അവസ്ഥയിലൊക്കെ കുട്ടികളെ കൊണ്ടെത്തിക്കുക. കുട്ടികളെല്ലാം ഇത് ആരുപയോഗിച്ചാലും ഒരു 17 വയസ്സുകാരനോ 7 വയസ്സുകാരനോ 70 വയസ്സുകാരനോ ഉപയോഗിച്ചാലും അവന് വേറെ ലെവലിലൊക്കെ വന്നറിയോ. സിനിമാ നാടക നടൻ സുരേഷ് പാർവതിപുരം മുഖ്യാതിഥിയായി പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ MM സുബീഷ്, E ഗോവിന്ദൻ നമ്പീശൻ, ഗിരീഷ് ഹത്തൂനി, MP സുരേഷ്, പ്രജീഷ് തത്തോത്ത്, KG ഷിനുരാജ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കോട്ടൂർ പെരവച്ചേരി ഗ്രാമോദയ വായനശാല നാടിന്റെ പ്രതിഭകൾക്ക് ആദരം നൽകി. പെരവച്ചേരി GLP സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ V ഇമ്പിച്ചാലി ഉദ്ഘാടനം ചെയ്തു. അണ്ടർ 14 സെലക്ഷൻ നേടിയ CP ചന്ദന അഭിലാഷിനെയും അണ്ടർ 17 സെലക്ഷൻ നേടിയ CK ദേവിക സുരേഷിനെയും MBBS പ്രവേശനം നേടിയ വൈഷ്ണവ് മോഹനനെയുമാണ് ആദരിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പെരുവച്ചേരി GLP സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ V ഇമ്പിച്ചാലി നിർവഹിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സ്കൂളിന്റെ അനുബന്ധ സ്ഥാപനമാണ് വായനശാല. വായനയെ കുറിച്ച് വായനശാലയിൽ ഇരുന്നുകൊണ്ട് പറയേണ്ട നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ഈ വായനശാല ഉപയോഗപ്പെടുത്തുന്നതാണ്. ഞാൻ ഈ രണ്ടുപേരെയും ഉള്ളറിഞ്ഞ് അനുമോദിക്കുന്നു. കായിക രംഗത്ത് കേരളത്തെ കുറിച്ച് എന്റെ സ്വപ്നങ്ങൾ വിശാലമാക്കുന്ന 1-2 കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇന്നലെ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി നമ്മുടെ ടീം സെമി ഫൈനലിൽ അർഹത നേടിയിരിക്കുകയാണ്. നാഷണൽ ക്രിക്കറ്റിന്റെ കവാടം തേടി 3 പെൺകുട്ടികൾ വയനാടിന്റെ മണ്ണിൽ നിന്നും ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതൊരു തുടർക്കഥയായി മാറും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം കായിക രംഗത്തിന്റെ പ്രാധാന്യം, കായിക രംഗത്തിന്റെ വളർച്ചയിൽ നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട മാർഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളും ഭരണാധികാരികളൊക്കെ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. മുൻ MEG വോളിബോൾ കോച്ച് ബാലകൃഷ്ണൻ കോട്ടൂർ ഉപഹാരം നൽകി ആദരിച്ചു. VV ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. E ഗോവിന്ദൻ നമ്പീശൻ, T സുകന്യ, KS പ്രസീന തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ പുതുവത്സര